ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ് 2023-24 ബേസിക് സയൻസ് സെക്കൻഡ് ടൈം ഇവാലുവേഷൻ, അതായത് 7ാം ക്ലാസ് ക്രിസ്മസ് എക്സാം 2023-24 ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കി നോക്കാം. എന്താണ് ആദ്യത്തെ ആക്ടിവിറ്റി? ആക്ടിവിറ്റി നമ്പർ 1, എ ചൈൽഡ് ഈസ് ട്രൈയിങ് ടു ക്യാച്ച് ദ ഇമേജ് ഓഫ് എ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ഓൺ എ ക്ലാസ് റൂം വാൾ. അപ്പോൾ എന്താണ്, ഒരു ചൈൽഡ് ഒരു ഒബ്ജക്റ്റിനെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എവിടെയാണ്? ക്ലാസ് റൂം വാളിൽ. ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റാണ്, അതിനെ ക്ലാസ് റൂമിൻ്റെ വാളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇമേജ്. ദ ചൈൽഡ് ഹാസ് യൂസ്ഡ് വാരിയസ് മിറേഴ്സ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ കുട്ടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ് യൂസ് ചെയ്തു. കംപ്ലീറ്റ് ദ ടേബിൾ ഷോയിങ് ദ ഫൈൻഡിങ്സ് ഓഫ് ദ ചൈൽഡ്. അപ്പോൾ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം മിറർ, ഇമേജ്, പെക്യൂലിയാരിറ്റി. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തേൽ മിറർ തന്നിട്ടില്ല, ഇമേജ് തന്നിട്ടുണ്ട്. ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ ദ വാൾ എന്ന്. അപ്പോൾ അത് ഏത് തരം മിറർ ആയിരിക്കും? കോൺകേവ് മിറർ ആയിരിക്കും. ഏതാണ്? കോൺകേവ് മിറർ. ദെൻ അതിൻ്റെ പെക്യൂലിയാരിറ്റി ആണ് പിന്നെ എഴുതേണ്ടത്. അതിൻ്റെ പെക്യൂലിയാരിറ്റി എന്തായിരിക്കും? അതൊരു റിയൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് കോൺവെക്സ് മിറർ തന്നിട്ടുണ്ട്, ഇമേജ് തന്നിട്ടില്ല. അപ്പോൾ ഇമേജിൻ്റെ അവിടെ എന്താണ് വരിക? cannot projected on wall. എന്താണ്? cannot projected on the wall. ഇനി അടുത്തത് പെക്യൂലിയാരിറ്റി വിർച്വൽ ഇമേജ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്ലെയിൻ മിററാണ്. പ്ലെയിൻ മിറർ cannot be projected on the wall. അതിൻ്റെ പെക്യൂലിയാരിറ്റി എന്ത് വരും? അത് വിർച്വൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ടു സിറ്റുവേഷൻ ഇൻ വിച്ച് ദ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് എ പ്ലെയിൻ മിറർ ഈസ് യൂട്ടിലൈസ്ഡ്. അപ്പോൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് പ്ലെയിൻ മിറർ യൂട്ടിലൈസ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? പെരിസ്കോപ്പ്, അതുപോലെ തന്നെ ബാർബർ ഷോപ്പിലെ ഇമേജ് ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഇമേജ് യൂസിങ് കോൺവെക്സ് മിറർ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ കോൺവെക്സ് മിററുമായി റിലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഫോം സ്മോൾ ആൻഡ് ഇൻവേർട്ടർ വിർച്വൽ ഇമേജ്, ഫോംസ് ലാർജ് ആൻഡ് inverted real image, form small and erected virtual image, form large and erected real image. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് മൂന്നാമത്തെയാണ്, ഫോം സ്മോൾ ആൻഡ് ഇറക്റ്റഡ് വിർച്വൽ ഇമേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. ദെൻ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, സം ഒബ്സർവേഷൻ റിലേറ്റഡ് ടു ആസിഡ്സ് ആൻഡ് ആൽക്കലി ആർ ഗിവൻ ബിലോ. അപ്പോൾ ആസിഡ്സിനെ കുറിച്ചിട്ടും ആൽക്കലീനെ കുറിച്ചിട്ടുമുള്ള കുറച്ച് ഒബ്സർവേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ദെൻ സൊല്യൂഷൻ 1ഉം സൊല്യൂഷൻ 2ഉം. സൊല്യൂഷൻ 1 നോക്കാം. നോ ചേഞ്ച് ഇൻ കളർ വൈൽ ആഡിങ് ഫിനോഫ്തലീൻ. ദ കളർ ചേഞ്ച്ഡ് ഇൻ ടു പെയിൽ പിങ്ക് ബൈ ആഡിങ് മീത്തൈൽ ഓറഞ്ച്. ദ കളർ ഡിഡ് നോട്ട് ചേഞ്ച് വെൻ ദ സൊല്യൂഷൻ വാസ് ആഡഡ് ടു ദ ക്ലോത്ത് ഡബ്ബഡ് വിത്ത് ടേമറിക്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ സൊല്യൂഷൻ 1. ഇനി നെക്സ്റ്റ് നമുക്ക് സൊല്യൂഷൻ 2 നോക്കാം. ഫോംഡ് പിങ്ക് കളർ വൈൽ ആഡിങ് ഫിനോഫ്തലീൻ, ഫോംഡ് പെയിൽ യെല്ലോ കളർ ഓൺ ആഡിങ് മീത്തൈൽ ഓറഞ്ച്, ഫോംഡ് റെഡ് കളർ വെൻ ദ സൊല്യൂഷൻ വാസ് ആഡഡ് ടു ക്ലോത്ത് റബ്ബഡ് വിത്ത് ടർമറിക്. അപ്പോൾ രണ്ട് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ 1 ആൻഡ് സൊല്യൂഷൻ 2 ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ സൊല്യൂഷൻ 1 എന്താണ്? സൊല്യൂഷൻ 2 എന്താണ്? അപ്പോൾ സൊല്യൂഷൻ 1 എന്നത് ആസിഡും ദെൻ സൊല്യൂഷൻ 2 എന്ന് പറയുന്നത് ആൽക്കലിയുമാണ്. ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ എനി 2 ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ 2. സൊല്യൂഷൻ 2 അതായത് ആൽക്കലിയുടെ ഏതെങ്കിലും 2 ജനറൽ പ്രോപ്പർട്ടീസ് എഴുതുക. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം? റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവും, റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ, അതുപോലെ തന്നെ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ റൈറ്റ് പെയർ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ. ദ ഓട്ടോമൊബൈൽ ബാറ്ററി, ഹൈഡ്രോക്ലോറിക് ആസിഡ്. രണ്ടാമത്തെ മാനുഫാക്ചറിങ് ഓഫ് സോപ്പ്, കോസ്റ്റിക് സോഡ. പ്രിപ്പറേഷൻ ഓഫ് പിക്കിൾ, സൾഫ്യൂരിക് ആസിഡ്. മാനുഫാക്ചർ ഓഫ് പെയിൻറ്റ്, കോസ്റ്റിക് സോഡ. അപ്പോൾ ഇതിൽ റൈറ്റ് പെയർ എന്ന് പറയുന്നത് ഏതാണ്? മാനുഫാക്ചർ ഓഫ് സോപ്പ്, കോസ്റ്റിക് സോഡ. രണ്ടാമത്തെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. Then activity 3, this is an electric circuit prepared by a student. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ടാണ് ഇത്. വിച്ച് മെറ്റീരിയൽസ് ഗിവൻ ബിലോ ക്യാൻ ബി യൂസ്ഡ് ടു ലൈറ്റ് ദ ബൾബ് ഇൻ ദ സർക്യൂട്ട്? തിക്ക് കോപ്പർ വയർ, empty refill, dried rub of coconut leaf, a special type of wire made up of lead and tin paper. അപ്പോൾ ഇതിൽ ഏതാണ്
ഏത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ബൾബ് ഗ്ലോ ചെയ്യാൻ പറ്റുക? തിക്ക് കോപ്പർ വയറും അതുപോലെ തന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വയർ മെയ്ഡ് അപ്പ് ഓഫ് ലിഡ് ആൻഡ് ടിൻ. ഓക്കെ, ഇനി വിച്ച് ഒബ്ജക്റ്റ് ഫ്രം ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു അറേഞ്ച് ഫ്യൂസ് ഇൻ ദിസ് സർക്യൂട്ട്? അപ്പോൾ ഇതിൽ ഏത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്യൂസ് അറേഞ്ച് ചെയ്യാൻ പറ്റുക? ഏതാണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വയർ മെയ്ഡ് അപ്പ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഓക്കെ, ഇനി അടുത്തത് ഡ്രോ എ സർക്യൂട്ട് ദാറ്റ് ഇലുമിനേറ്റ്സ് ദ ബൾബ് യൂസിങ് ദ ഗിവൻ സിമ്പിൾസ്. അപ്പോൾ താഴെ കുറച്ച് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് എന്താണ് ഒരു സർക്യൂട്ട്, ബൾബ് ഗ്ലോ ചെയ്യണ ഒരു സർക്യൂട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് ആ സർക്യൂട്ടിൻ്റെ ഒരു റഫ് ഫിഗർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് ബൾബ് ഗ്ലോ ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ബൾബ് ഗ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. Then activity 4 നോക്കാം. Due to 30% shortage of rainfall, Kerala will be darkness. If monsoon is not received in full, we will be facing severe power crisis. This can be overcome to some extent by using electricity judiciously and avoiding its wastage. Have you noticed the news report? Write down 2 precautions to avoid the wastage of electricity. അപ്പോൾ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആവാണ്ടിരിക്കാനുള്ള ഏതെങ്കിലും 2 പ്രിക്വേഷൻസ് എഴുതാൻ. അപ്പോൾ എന്തൊക്കെ എഴുതാം? യൂസ് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ്. എന്താണ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് യൂസ് ചെയ്യുക. ദെൻ ടേൺ ഓഫ് ലൈറ്റ് ആൻഡ് ഇലക്ട്രോണിക് സബ്സ്റ്റൻസസ് വെൻ വി ആർ നോട്ട് യൂസിങ് ദം. അപ്പോൾ ഈ ലൈറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണില്ലെങ്കിൽ ഓഫ് ആക്കിയിട്ടിടുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് ഫസ്റ്റ് എയ്ഡ് വിൽ ബി ഗിവൻ ടു ദ പേഴ്സൺ എഫക്റ്റഡ് വിത്ത് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് എഫക്റ്റ് ചെയ്ത പേഴ്സണ് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫസ്റ്റ് എയ്ഡ് എന്താണ്? കട്ട് ഓഫ് ഇലക്ട്രിക് കണക്ഷൻ ഓഫ് ആക്കുക. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5. ദെൻ ആക്ടിവിറ്റി 5 നോക്കാം. ദ പിക്ചർ ആൻഡ് പ്രോസസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. അപ്പോൾ എന്താണ് പിക്ചർ റിലേറ്റഡ് ടു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് താഴെയുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ എന്താ? പാർട്സ് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം, മൗത്ത്, പ്രോസസ്സ്, ഇൻജഷൻ എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഈസോഫാഗസ് ആണ്. അപ്പോൾ ഈസോഫാഗസിന് എന്ത് വരും? പെരിസ്റ്റാൾസിസ്. എന്താണ്? പെരിസ്റ്റാൾസിസ്. ഇനി രണ്ടാമത്തെ പ്രോസസ് ഡൈജഷൻ ആണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് എന്ത് വരും? സ്റ്റൊമക്ക്. എന്താണ്? സ്റ്റൊമക്ക്. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് എന്നുള്ളത് എന്ത് വരും? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. എന്താണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇനി നെക്സ്റ്റ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്താ? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ടും വാട്ടറും അബ്സോർബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം. Then B question, the flowchart indicating various stages of nutrition is given below. Find out the correct one. അപ്പോൾ ഇതിൽ കറക്റ്റ് വണ്ണ് ഏതാണ്? ഈ ഇൻജഷൻ, അബ്സോർപ്ഷൻ, ഡൈജഷൻ, അസിമിലേഷൻ, എക്സ്ക്രീഷൻ. ഇൻജഷൻ, അസിമിലേഷൻ, അബ്സോർപ്ഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, എക്സ്ക്രീഷൻ. ഇൻജഷൻ, അസിമിലേഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, എക്സ്ക്രീഷൻ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? കറക്റ്റ് ആയിട്ടുള്ളത് മൂന്നാമത്തെയാണ്. അതായത് ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ദെൻ എക്സ്ക്രീഷൻ. ഓക്കെ, അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് എന്താ? അടുത്തത് എക്സ്പ്ലെയിൻ ദ ഡൈജസ്റ്റീവ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ടേക്സ് പ്ലേസ് ചെയ്യണ ഡൈജസ്റ്റീവ് പ്രോസസ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഡൈജഷൻ കംപ്ലീറ്റും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ടു ബ്ലഡ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്, ഈ 2 ഡൈജസ്റ്റീവ് പ്രോസസ്സാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ടേക്സ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. Then activity 6, the stage of experiment related to neutralization is given below. Take dilute sodium hydroxide in a conical flask. Pour 2 drops of phenolphthalein into the solution in the flask. Take dilute hydrochloric acid in a burette. Close the stopcock of the burette when the solution of the flask become colorless. Open the stopcock and add the acid drop by drop into the flask. അപ്പോൾ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Arrange the stages from 2 to 5 in the correct order. 2 to 5 കറക്റ്റ് ഓർഡറിൽ എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ ശരിയാണ്, ദെൻ മൂന്നാമത്തെ എന്ത് വരും?
മൂന്നാമത്തെ ടേക്ക് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ബ്യൂററ്റ്. ദെൻ നാലാമത്തെ ഓപ്പൺ ദ സ്റ്റോപ്പ് കോക്ക് ആൻഡ് ആഡ് ദ ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ഇൻ ടു ദ ഫ്ലാസ്ക്. ദെൻ അഞ്ചാമത്തെ ക്ലോസ് ദ സ്റ്റോപ്പ് കോക്ക് ഓഫ് ദ ബ്യൂററ്റ് വെൻ ദ സൊല്യൂഷൻ ഇൻ ദ ഫ്ലാസ്ക് ബിക്കം കളർലെസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ സബ്സ്റ്റൻസസ് ഫോംഡ് ഇൻ ദ ഫ്ലാസ്ക് ആഫ്റ്റർ ദ എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റിന് ശേഷം ഫ്ലാസ്കിൽ ഫോം ആവുന്ന സബ്സ്റ്റൻസ് എന്താണ്? സോഡിയം ക്ലോറൈഡും അതുപോലെ തന്നെ വാട്ടറും. Then write down any one situation when neutralization is used in our daily life. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ന്യൂട്രലൈസേഷൻ യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ആഡിങ് ലൈം ടു സോയിൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 7. The next activity 7, some findings of an experiment conducted to know the water absorption capacity and organic content of the soil is given below. Observe the table. അപ്പോൾ സോയിൽ ചേഞ്ചസ് occurred while adding hydrogen peroxide. Then number of water drops added, number of drops that came out. Sample 1, sample 2, sample 3, 3 samples കൊടുത്തിട്ടുണ്ട്. Then a question നോക്കാം. Which is the best soil suitable for agriculture? Why? അപ്പോൾ അഗ്രികൾച്ചറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സോയിൽ ഏതാണ്? ഏത് സോയിലാണ്? ഹൈയസ്റ്റ് എഫർവസൻസ് ഉള്ള സോയിലാണ്. അതേതാണ്? സാമ്പിൾ 2 ആണ് ഏറ്റവും നല്ലത്. ഓർഗാനിക് കണ്ടൻറ്റ് ഈസ് ഹൈ ആൻഡ് ഓൾസോ വാട്ടർ അവൈലബിലിറ്റി ഈസ് ഹൈ. എന്താണ്? സാമ്പിൾ 2 ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓർഗാനിക് കണ്ടൻറ്റ് കൂടുതലാണ്, അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് വാട്ടറും കൂടുതലാണ്. വിച്ച് ആർ ദ കമ്പൗണ്ട്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ സോയിൽ. അപ്പോൾ എന്തൊക്കെയാണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടറും അതുപോലെ തന്നെ കപ്പാസിറ്റി ടു റീറ്റെയിൻ വാട്ടറും. ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ലീഡിങ് ടു ദ ലോസ് ഓഫ് ടോപ്പ് സോയിൽ റിച്ച് ഇൻ ഓർഗാനിക് കണ്ടൻറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ടോപ്പ് സോയിൽ പോകുന്നത്? ഡീഫോറസ്റ്റേഷനും അതുപോലെ തന്നെ സോയിൽ എറോഷൻ, ഫ്ലഡ്, അതൊക്കെ കൊണ്ടാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8. Activity 8, look at the boy. He talks to a man who showers his cow using water from the public tap. അപ്പോൾ എന്താണ്? The drinking water reaches the public tap after many stages of purification process. Is it right to use the water for such needs? അപ്പോൾ എന്താണ്? കുറേ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം എത്തുന്നത്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് ഈ വെള്ളം എടുക്കുന്നത് ശരിയാണോ എന്ന് ഒരു കുട്ടി പറയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ടർ റീച്ചസ് ദ പബ്ലിക് ടാപ്പ് ആഫ്റ്റർ വേരിയസ് സ്റ്റേജസ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്. വാട്ട് ആർ ദേ? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. എന്താണ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റേജസ് എന്താണ്? അപ്പോൾ ഒന്നാമത്തെ എയറേഷനും ലാസ്റ്റത്തെ സ്റ്റോറേജും തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി എഴുതുമ്പോൾ എന്തൊക്കെ വരും? എയറേഷൻ, കൊയാഗുലേഷൻ, ക്ലാരിഫ്ലോക്കുലേഷൻ, ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ ആൻഡ് ദെൻ സ്റ്റോറേജ്. ഓക്കെ, നെക്സ്റ്റ് pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ. pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ എത്രയാണ്? pH 7 ആണ്. On testing water, the presence of E. coli bacteria has been found higher in the wells of an area. Give some suggestions to avoid such situation. എന്താണ്? ചില വെൽസിൽ ഈ ഈക്കോളായി ബാക്ടീരിയയുടെ പ്രസൻസ് കണ്ടെത്തി. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അതിന് കുറച്ച് സജഷൻസ് കൊടുക്കുക. അപ്പോൾ എന്താണ്? മെയിൻറ്റെയിൻ സ്യൂട്ടബിൾ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ സെപ്റ്റിക് ടാങ്ക് ആൻഡ് വെല്ല്. സെപ്റ്റിക് ടാങ്കും വെല്ലും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഹൈജീനിക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 9. ദെൻ അടുത്ത ആക്ടിവിറ്റി 9 ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ദെൻ എ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ വാൾവ് ഷോൺ ഇൻ ദ പിക്ചർ ഈസ് ഓപ്പൺ. അപ്പോൾ ഇവിടുത്തെ വാൾവ് തുറന്നാൽ എന്ത് സംഭവിക്കും? വൈ? വെൻ വി ഓപ്പൺ വാൾവ്, എയർ ഇൻസൈഡ് ദ ബലൂൺ കംസ് ടു ബോട്ടിൽ. സോ എയർ പ്രഷർ ഇൻക്രീസസ് ദ വാട്ടർ, ദെൻ മൂവ്സ് ടു ലോ പ്രഷർ ഏരിയ. വാട്ടർ കംസ് ത്രൂ ദ സ്ട്രോ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഡിവൈസസ് ദാറ്റ് വർക്ക് ഓൺ എയർ പ്രഷർ ഫ്രം ദ ഗിവൺ ഗ്രൂപ്പ്. തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ എയർ പ്രഷറിൻ്റെ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? തെർമോമീറ്റർ, സിഫോണ്, പെരിസ്കോപ്പ്, ബാരോമീറ്റർ, ലാക്ടോമീറ്റർ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സിഫോണും അതുപോലെ തന്നെ ബാരോമീറ്ററും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 10 നോക്കാം. The substance that reaches blood as part of metabolic activities and body parts related to its are given below. Lungs, urea, nutrients, carbon dioxide, small intestine, oxygen, liver, cells. Then a question നോക്കാം. Complete the table by writing the parts of the body and the components that reaches the blood. Parts of the body അതുപോലെ തന്നെ components that reaches the blood. അപ്പോൾ ആദ്യത്തെ ലങ്സ് തന്നിട്ടുണ്ട്,
ഇപ്പോൾ ലങ്സിൻ്റെ കമ്പോണൻ്റ് എന്താ വരിക? ഓക്സിജൻ. ഓക്കെ, ഈ നെക്സ്റ്റ് കമ്പോണൻ്റ് യൂറിയ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡി പാർട്ട് ഇതായിരിക്കും ലിവർ, ദെൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ന്യൂട്രിയൻസ്, ദെൻ സെൽസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഈ നെക്സ്റ്റ് ഒരു ഫിഗർ ഉണ്ട്. ഒബ്സർവ് ദ പിക്ചർ. ഐ ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ അറ്റ് സ്കൂൾ ബിക്കോസ് ഐ ഫീൽ ലൈക്ക് യൂറിനേറ്റിംഗ് ഫ്രീക്വൻ്റ്ലി. എന്താണ്, എനിക്ക് എപ്പോഴും യൂറിൻ ചെയ്യേണ്ട കാരണം, എനിക്കങ്ങനെ തോന്നുന്ന കാരണം ഞാൻ സ്കൂളിൽ നിന്ന് വെള്ളം കുടിക്കാറില്ല എന്നൊരു കുട്ടി പറയുന്നുണ്ട്. ദെൻ ബി ക്വസ്റ്റ്യൻ, ഡു യു എഗ്രി വിത്ത് ഹെർ? വൈ? അപ്പോൾ ഇവളുമായി നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? നോ, ഡ്രിങ്കിങ് മോർ വാട്ടർ ആൻഡ് പാസിങ് യൂറിൻ വെൻ നീഡഡ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ഓഫ് കിഡ്നീസ്. എന്താണ്, വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ സമയത്തിന് യൂറിൻ പാസ് ചെയ്യുന്നതും കിഡ്നിക്ക് വളരെ നല്ലതാണ്. ഓക്കെ, കിഡ്നിക്ക് അത് അത്യാവശ്യമാണ്, കിഡ്നിക്ക് അത് നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.